ഹലോ. ഹലോ ഹലോ ഹലോ. ആ ഇന്ന് പോകുന്നുണ്ടോ? വീട്ടിലേക്ക് പോകില്ല? ഇന്ന് പോകുന്നില്ല. എന്ത് പറ്റി? ഇന്നലെ അല്ലേ പറഞ്ഞ ഇന്ന് എന്തായാലും പോകും? ഇന്ന് പോകാൻ വേണ്ടി റെഡിയാകാൻ പോകുമ്പോ ഒരു സംഭവം നടന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് നാളെ പോയി. സംഭവം നടന്നു? എന്ത് സംഭവം? ഒന്നുമില്ല. അത് പിന്നെ നമ്മൾ വീട്ടിന്റെ മുമ്പിലൊരു വീടില്ലേ, ആ ആ വീട്ടില് പിന്നെ ഞാനിങ്ങനെ പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോകുന്നു. ആ ഭക്ഷണം കഴിച്ച് ആ ഞാൻ ഇങ്ങനെ ആ ചെറിയ ഇങ്ങനെ ഇരുന്നതാണ് പുറത്ത്. അപ്പൊ ആ മാറിന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ ചെറിയിരിക്കുമ്പോ പിന്നെ മുമ്പിലത്തെ വീട്ടിലിങ്ങനെ കുറെ ആൾക്കാർ ആ ഓടി വരുന്നു. ആ നാട്ടുകാരനെ. ആ അപ്പൊ ഇങ്ങനെ ഒച്ചയും ബഹളം കേൾക്കുന്നു. ആ ഞാനും അമ്മയും പോയി നോക്കി. അപ്പൊ നോക്കുമ്പോ പിന്നെ അവിടെ ഒരു ഒരു പ്രായം അത്രയൊന്നുമില്ല, 10-30 വയസ്സുള്ള ഒരു പെണ്ണുങ്ങളും ആ 2 മക്കളുമാണ് ആ ഉള്ളത്. ആ. അപ്പം പിന്നെ പകലഞ്ഞല്ലേ. അത് എന്റെ വീട്ടില് നേരെ മുമ്പിൽ താഴെ കാണുന്ന വീടല്ലേ? അതന്നെ. ആ അവിടെ ഗൾഫിലല്ലേ അവളെ ഭർത്താവ്. ഓ, ആ ആ, ഗൾഫിലാ? ഗൾഫിലാണ്. ആ എന്തെങ്കിലും അസുഖം ഹാർട്ട് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ. ആ എന്നിട്ട് പിന്നെ നോക്കുമ്പോ ആ പിള്ളേർ സ്കൂളിൽ പോയിനി. ആ ഇവിടെ മാത്രല്ലേ അടിയുള്ളൂ. ആ, അതെ അതെ അതെ. ആ എന്നിട്ട് നോക്കുമ്പോ അവിടെ ഏതോ ഒരു 10-26 വയസ്സ് 10-28 വയസ്സുണ്ട് ആ മക്കൾക്ക്. ആ അപ്പൊ അവിടെ അധികം വരുന്നത് തന്നെയാണ്. ആ അപ്പൊ അപ്പൊ ഇങ്ങനെ വന്ന് അകത്ത് കയറിയിട്ട് ആ പിന്നെ ഇറങ്ങുന്ന കാണുന്നില്ല ഇവര്. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ അവര് ഇപ്പൊ ആ ശ്രദ്ധിക്കലുണ്ട് ഇവൻ വന്നിട്ട് പോകുന്നത് കാണാഞ്ഞാല്. ഇങ്ങനെ ആ ആ അവരിങ്ങനെ പുറത്തിരുന്നിട്ടുണ്ടാവും. അപ്പൊ ആ. ഇവൻ വന്നാല് കുറേ സമയം കഴിഞ്ഞിട്ട് പോലും പുറത്തിറങ്ങും. അപ്പൊ ഇത് സ്ഥിരം വരുന്ന ഒരുത്തനാണോ? സ്ഥിരമല്ല. ആ ഒരു ആഴ്ചക്ക് ആയിരിക്കും, ആഴ്ച 2 ആഴ്ച അങ്ങനെ. ഞാൻ അടിയില്ല. ഇല്ല, അങ്ങനെ ഞാൻ വരുന്നവര് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് വന്നു. അപ്പൊ അത് ആ അവര് മാത്രമേ അവിടെ ഉള്ളൂ? അരി ഈ ഇത് എന്റെ വീടിന്റെ താഴെയുള്ള ഇത് മുപ്പാശന്റെ ഇത് അവര് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പറഞ്ഞ അവരൊറ്റയ്ക്ക് അവിടെ ഉള്ളൂ? 2 മക്കളോ? അല്ല, 2 മക്കളുണ്ട്. ആ അത് പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലേ. വേറെ ആരുമില്ല? മുതിർന്നവരാരും വേറെ ആരുമില്ല ഇല്ല, വേറെ വീട്ടില്? ആരും ഇല്ല. അവര് സ്വന്തം വീടെടുത്ത് നിൽക്കുന്നതാണ്. ആ, അപ്പൊ അയാള് പുറത്തു. ഉം, അങ്ങനെ ഉം, ഉം, ഉം. അന്നേരം പിന്നെ പകല് വിളലി ഉണ്ടാവും. ആ, അത് ശരിയാണ്. ഏ അത് ശരിയാണ്. അപ്പൊ നോക്കുമ്പോ ഇത് എന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോ ഉം, കേറിയിട്ട് പിന്നെ പുറത്തിറങ്ങുന്ന കാണുന്നില്ല. ഉം, ഇവർക്ക് സംശയമായി. ഉം. എന്നിട്ട് ഇവരുന്ന അടുത്ത് നല്ല വന്ന് നോക്കി. അപ്പൊ ആ, വാതിലെല്ലാം അടച്ചിനി. ആ, ആ, പുറത്തൊന്നുമില്ല. ആ, ഉള്ളിൽ തന്നെയല്ലേ ഉള്ള രണ്ടാളും. അപ്പൊ ഇവർക്ക് സംശയമായി. ആ, കുറച്ചാളെയും കൂട്ടി അപ്പുറത്തിപ്പുറത്തുള്ള കൂട്ടരെയും കൂട്ടി ആ, അവിടെ വന്നു. ആ, എന്നാ നോക്കേ. ആ. ഇത് സ്ഥിര ഏർപ്പാട് തന്നെയാണ്. പക്ഷെ ഇവര് അങ്ങനെ പിന്നെ അങ്ങനെ ഇപ്പൊ കൂടെ ഇവര് ശ്രദ്ധിക്കാൻ പോയതാണ് തുടങ്ങിയത്. എന്നിട്ട് നോക്കുമ്പോ പിന്നെ അപ്പൊ ഇവള് ബെല്ലടിച്ച് വിളിച്ച് ഇവള. ആ. അപ്പൊ ഇവള് കുറച്ച് കഴിഞ്ഞാണ്ട് കുറെ ബെല്ലടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്നിട്ട് വരുന്നു, വാതിൽ തുറന്നിട്ട്. ആ, അപ്പൊ കണ്ടതിന് തന്നെ മനസ്സിലായി ഇതായിരിക്കും. ആ. ഈ എന്നിട്ട് നല്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ വന്നവരുണ്ടാവും അല്ലേ? ആ ആ എന്നിട്ട് ഓളോട് ചോദിച്ച് പിന്നെ ഇതിന്റെ ഉള്ളില് ഒരു ചെക്കൻ കീറുന്നുണ്ടെങ്കിൽ ഓനെ കൊടുത്തു ചോദിച്ചു. ആ, അത് പോയല്ലോ എന്നോട് കളത്തരം പറഞ്ഞു. ആ. അത് പോയി ആരുമില്ലല്ലോ. പിന്നെ ഓൻ എന്തിനോ വന്നേന്ന് പറഞ്ഞു. എന്തിനോ അവർക്കറിയില്ല പോലും. ഇല്ല, അത് ആവശ്യത്തിന് വന്നതാണ്. ആ, അപ്പൊ തന്നെ പോയി എന്ന് പറഞ്ഞു. ആ, അപ്പൊ ഇവര് പറഞ്ഞു അല്ല, ഞാൻ പുറത്തന്നെ ഉണ്ടായിരുന്നു. നമ്മള് ആ, പിന്നെ ഭൂമിയൊന്നും കണ്ടിട്ടില്ല, ഇത് സ്ഥിരം പരിപാടിയാണ്, നമുക്കറിയാന്ന് പറഞ്ഞു. ആ, എന്നിട്ട് നീ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ആ, അപ്പൊ ഇവളൊരേ വാശി. ഇല്ല, ആരുമില്ല പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ട് ആരോ ഒരാള് ഉള്ളിൽ കയറി.
വീടിനുള്ളിൽ കയറിയിട്ട് നോക്കി. അപ്പൊ നോക്കുമ്പോ ഞാൻ ബാത്റൂമിൽ വിളിച്ചു. ഉം. പിന്നെ ബാത്റൂമിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു നീ. അപ്പൊ കുറ്റിയിട്ട് ഇതിന്റെ ഉള്ളിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ കുറ്റി ഇടൂലല്ലോ ബാത്റൂമിന്റെ. അപ്പൊ ഇവർക്ക് മനസ്സിലായി. അയ്യോ ഞങ്ങള് കയ്യോടെ പിടിച്ച്. എന്നിട്ട് ഒരാള് പറഞ്ഞു നിങ്ങളെ ഭർത്താവിനെ അറിയിക്കണം സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുറച്ചാള് പറഞ്ഞ് വേണ്ട, ഒരു എന്തിനായും അതൊരു വലിയ സുഖമില്ലാതെ ഒരാള് വന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൂരത്തല്ലേ. അപ്പൊ പിന്നെ ഒരു കുടുംബ പ്രശ്നം ഇത് ആക്കണ്ട, കുടുംബ ജീവിതം തകരണ്ടായി കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിട്ട്. വളരെ കണ്ടിട്ട് ഞാൻ ഇന്ന് പോകാൻ കഴിയില്ല വീട്ടിൽ വിചാരിച്ചിട്ട്. അതെ ഞാൻ പറഞ്ഞ ഓളെ അവസ്ഥ ആരെന്റെ കൈയോടെ പിടിച്ചല്ലോ. നാട്ടുകാർക്കെന്നെ ഇത് ഭർത്താവിന് സുഖമില്ലാത്ത ആളാണെങ്കിൽ നാട്ടുകാർക്ക് ഇത്ര പ്രശ്നമാണ്. നാട്ടുകാർ കൊള്ളാലോ. അങ്ങനെയല്ല, ചെറിയ മക്കളും പിന്നെ ഇവള് മറ്റേ ആരെന്റെ അതൊക്കെ വളരെ മോശമായിക്കോട്ടെ. അപ്പൊ പിന്നെ എല്ലാം വിചാരിച്ചിട്ട് ആള് വെറുതെ വിട്ടിയാണ്. അയാളെ പ്രത്യേകിച്ചിട്ട് അയാളെ വിചാരിച്ചിട്ടാണ്. എന്തായാലും ഓള് ചെയ്തതും ശരിയല്ല. പക്ഷെ പിന്നെ ഓളെ കാര്യങ്ങൾ നടക്കണ്ടേ. കാര്യങ്ങൾ നടക്കണ്ടെന്ന് പറഞ്ഞാല് രണ്ട് മക്കളും ഉണ്ട്. എന്നാലും ഭർത്താവ് പിന്നെ സുഖമില്ലാണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ ഇതാ പൈസ അയച്ചു കൊടുക്കുന്ന വിചാരിക്കണ്ടേ. അത് വേണം, അത് ആ വിചാരം എല്ലാവർക്കും വേണം. അത് നല്ലൊരു വിചാരമാണ്. അതെ, ഇത് മാത്രം പോരല്ലോ. അതന്നെ ഞാനും പറഞ്ഞ, അത് മാത്രം പോരല്ലോ. പിന്നെ അതെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു മതി ഇനി ഇന്ന് വീട്ടില് അപ്പോഴേക്കന്നെ ലേറ്റ് ആയി. ഇതെല്ലാം ഇപ്പം ഒരു കഴിയുമ്പോഴേക്ക് നാളെ പോകാന്ന് പറഞ്ഞു. നീ എന്നാലും ഇന്ന് പോയിക്കൂടിനോ? അമ്മോട് ചെയ്യാൻ പറഞ്ഞ് ഓള് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞേ. അതെ, പിന്നെ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഞാൻ വിളിക്കാനും ഇതായിപ്പോയി. പിന്നെ ലേറ്റ് ആവുകയും ചെയ്ത്. പിന്നെ നാളെ പോകാം. അവസ്ഥ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓരോരുത്തരും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകുന്നതിന് അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാര്. അങ്ങനെ ഇത് ചിലപ്പോ വന്നായിരിക്കും അവസ്ഥ അറിയാം. ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും നടക്കാതുകൊണ്ട് ചിലപ്പോ അല്ല കല്യാണം ഒരു 10-26 വയസ്സുള്ള 10-28 വയസ്സുണ്ടാവും ചെറുപ്പക്കാരൊക്കെ. അതെ, അത് വേറെ അടുത്തെങ്ങാനുള്ളതാ. കുറച്ച് അങ്ങോട്ടാണ്, ദൂരത്താണ്. അത്ര ദൂരമല്ല, നടന്നിട്ട് പോകേണ്ട. നിങ്ങൾക്കറിയാവോ? എനിക്കറിയാം. അറിയാവോ? അധികം കമ്പനി നോക്കണ്ട കേട്ടോ. എന്തായാലും ഓരോരുത്തർ എങ്ങനെയെങ്കിലും മിന്നിച്ചു പോകുന്ന എന്തിനാണ് നിന്റെ നാട്ടുകാർ പ്രശ്നമാക്കുന്നത്? ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു പറ. അങ്ങനെയല്ല, ഓർമ്മിക്കാണ്ട് പറഞ്ഞത്. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയല്ല ഓള് പിന്നെ അങ്ങനെ ചെയ്യരുല്ലോ. ഓളങ്ങനെ ചെയ്തതിന് ശരിയാന്ന് ചെയ്യാൻ പാടില്ല. നിങ്ങളെന്നെ പറയണം. സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ തന്നെ പറയുന്നത് നീ ശക്തമായിട്ട് എതിർക്കണം. ആള് ഭർത്താക്കന്മാരിങ്ങനെ ദൂരെ പോയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചു പറയണം തന്നെ, പറയണം വിചാരിച്ചതാണ്. പിന്നെ എല്ലാരും അല്ല വലിയ മക്കൾക്കൂല്ലേ, നാണക്കേടല്ലേ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലല്ലേ. പിന്നെ നമ്മളൊക്കെ എത്ര സംഭവങ്ങൾ. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് പറയാൻ നിന്നാല്
എന്റെ മോളെ ആ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ എന്ത് വേണം ഇത് പറഞ്ഞു ലാസ്റ്റ് അതൊന്നുമില്ല. ഒന്നുമില്ല. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല നമ്മുടെ നാട്ടിലില്ലാത്ത ആളാണ് കേട്ടാ. ഇങ്ങനത്തില്ലല്ലേ പറയാൻ ഇത് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോ എന്തെങ്കിലും പറയണല്ലോ ഇങ്ങനെ. അതിന് വേണ്ടിട്ട് എന്തായാലും ഒന്നാലോചിക്കുമ്പോ ഞാന് അവളുടെ സൈഡ് നിന്നിട്ട് ആലോചിക്കുമ്പോ, കാരണം സുഖമില്ലാത്ത ഒരാള്, അപ്പോ മാത്രമല്ല എപ്പെങ്കിലും വന്നാൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നാട്ടുകാർ വിചാരിക്കാനേ ഉള്ളൂ. അതൊന്നും ഞാനാ അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് ചെയ്തതേ മോശമാണ്. ഒരു സുഖമില്ലാതെ ഒരാള് പുറത്തു പോയി കഷ്ടപ്പെട്ട് ഈ മക്കളെ നോക്കുന്നു. അതെ, അപ്പൊ അവളെന്നാ വിചാരിച്ചാണോ നമുക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുന്നു, നാട്ടിൽ വന്നിട്ടും കഷ്ടപ്പെടുത്തിക്കണ്ട. അപ്പൊ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കാന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അതീവ അങ്ങോട്ട് പോണ്ടാട്ടാ. അങ്ങോട്ട് പോകുന്നില്ല. ഞാനിനി നാളെ നിർത്തിയിട്ട് നാളെ കേട്ടുണ്ടാവോ? നാളെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അറിയില്ല. ഇല്ല, നാളെ എന്തൊന്നുണ്ടായാലും ഞാൻ പോകും. ഓരോ പ്രശ്നം പറ്റ അവിടെ തന്നെ വന്നേക്കല്ല. പിന്നെ നാളെ നീ വീട്ടിലെത്തിയിട്ട് ഇങ്ങോട്ട് വിളിക്കൂലേ? വീട്ടിലെത്തി.